നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട് പ്ലസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള പദത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതം എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ നേടുന്നത് അറിവാണ്, നോളജ്. പല തരത്തിലുള്ള നോളജ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ അഹംബോധം ഈ ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. നമ്മൾ പല തരത്തിലുള്ള ചരാചരങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു സെപ്പറേഷൻ ഉണ്ട്, ഞാനും മറ്റുള്ളതും എന്നുള്ളൊരു സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഉള്ളിൽ ഒരു തരത്തിലൊരു മിസറി ഉണ്ടാക്കുന്നത്. എല്ലാം ഉൾക്കൊള്ളുന്ന ആ ടോട്ടാലിറ്റി, ആ ടോട്ടലായിട്ടുള്ള ജ്ഞാനത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിലൊരു മിസറി ഉണ്ടാവില്ല. ജെയിൻ ഫിലോസഫിയിൽ അത്താവാദ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് മിസറി ഓഫ് സെപ്പറേഷൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മിസറി. അപ്പൊ ആ ഒരു മിസറി കാരണം നമ്മൾ എല്ലാത്തിൽ നിന്നും അന്യനമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് അതൊക്കെ വേണം 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 എന്ന് തോന്നുക, കൂട്ടി വെക്കണം എന്ന് തോന്നുക. അപ്പൊ ഇതാണ് ഈ യോഗ എന്നുള്ള പദത്തിന്റെ തുടക്കം. നമുക്ക് പുറമേ നിന്ന് എന്തെങ്കിലും ലഭിച്ചാലേ എനിക്ക് പൂർണ്ണത കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുക, അനുഭവങ്ങൾ വേണം, ഭക്ഷണം കഴിക്കണം, സെക്ഷൽ ഇമ്പൾസസ് സാറ്റിസ്ഫൈ ചെയ്യണം, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ ഉണ്ടാവണം.
അപ്പൊ നമുക്ക് പുറമേ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടിയാലേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നുന്നു. അപ്പൊ യോജിപ്പാണ്. പുറമേയും എൻ്റെ ആന്തരികതയും ഉള്ളിലുള്ള ആ പൂർണ്ണതയും അത് തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഉൾക്കൊള്ളണം. ഇതൊന്നും യഥാർത്ഥത്തിൽ സെപ്പറേറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നോളജിൽ ഉയരുമ്പോൾ ഈ സെപ്പറേഷൻ ഇല്ലാതെയായിട്ട് മാറും. അപ്പൊ യഥാർത്ഥത്തിലുള്ള നോളജ് എന്ന് പറയുമ്പോൾ, ജ്ഞാനം എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഇല്ലാതെ ആവുക എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന ജ്ഞാനത്തിലേക്ക് ഉള്ള യാത്ര, ഏറ്റവും ഉയർന്ന അബ്സല്യൂട്ട് ട്രൂത്ത്. മഹാത്മാഗാന്ധിജി അബ്സല്യൂട്ട് ട്രൂത്തും റിലേറ്റീവ് ട്രൂത്ത് എന്ന രണ്ട് പദങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ആ പൂർണ്ണത, എല്ലാം ഒന്നായി കാണുന്ന ആ പരിപൂർണമായിട്ടുള്ള സ്നേഹം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പരിപൂർണമായിട്ടുള്ള സ്നേഹം, അവിടെ സെപ്പറേഷൻ ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ആരെയും വേദനിപ്പിക്കണം എന്നില്ല, ആരാലും ഞാൻ വേദനിപ്പിക്കപ്പെടുന്നുമില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ശത്രുക്കളില്ല, മിത്രങ്ങളും, ഒന്നും സെപ്പറേഷൻ ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ്. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കുക ഞാൻ നോളജിലേക്ക് ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ? ഇപ്പൊ ഫിലോസഫീസിൽ പറയുന്നത് ട്രൂത്തിലേക്കുള്ള ഈ അസെന്റ്, ഈ യാത്ര, ശരിയായിട്ടുള്ള സത്യത്തിലേക്കുള്ള യാത്ര, അറിവിലൂടെയുള്ള യാത്ര, നമ്മുടെ ഉള്ളിൽ നന്മ ഉണ്ടാക്കണം, ഗുഡ്നസ്, കൂടുതൽ കൂടുതൽ നന്മ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ട്രൂത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. സത്യത്തിലേക്കുള്ള യാത്ര നന്മയിലേക്കുള്ള യാത്ര. നന്മ എന്ന് പറയുമ്പോൾ അവിടെ പ്രകടമാവുന്നത് എങ്ങനെയാണ്? അഹിംസയായിട്ടാണ് പ്രകടമാവുന്നത്. ആരെയും ഹേർട്ട് ചെയ്യരുത്, ഫിസിക്കലി, മോറലി, മെന്റലി ഒന്നും ആരെയും നമ്മൾ വേദനിപ്പിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവുന്നു. ഇത് രണ്ടും പാരലായിട്ട് പോകുന്നു എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. സത്യത്തിലേക്കുള്ള യാത്ര അത് നടത്തണമെന്നുണ്ടെങ്കിൽ അഹിംസയാണ് അതിന്റെ വഴി. കാരണം അതിന്റെ പരമമായിട്ടുള്ള സ്റ്റേറ്റിൽ ഇത് രണ്ടും ഒന്നായി മാറും. പൂർണ്ണമായിട്ടുള്ള അഹിംസ, പൂർണ്ണമായിട്ടുള്ള സ്നേഹം. കാരണം ഈശ്വരൻ ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല. ഈശ്വരൻ എല്ലായിടത്തും. എങ്ങനെയാണ് സ്വയം വേദനിപ്പിക്കുക? നമ്മൾ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലാണ്ടേ മാറും. അപ്പൊ യാത്രയില്, ഈ പാതയില് നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നാണ്. അതാണ് പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ വാക്യം കൊണ്ട് മഹാത്മാഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുള്ളത്. സത്യം നമ്മൾ മുറുക്കെ പിടിച്ചിട്ട്, എൻ്റെ ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നസിന്റെ ട്രൂത്തിനെ ഞാൻ മുറുക്കെ പിടിച്ചിട്ട്, എന്നാൽ എല്ലാവരുടെയും റിലേറ്റീവ് ട്രൂത്ത്സിനെ അംഗീകരിക്കുക. സഹിഷ്ണുത, നമ്മൾ കഴിഞ്ഞ സെഷനിൽ സഹിഷ്ണുതയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സഹിഷ്ണുത നാച്ചുറലാവും. കാരണം എല്ലാവരും ഈ യാത്രയിൽ തന്നെയാണ്. പലരും പല ലെവൽസിലാണ് നിൽക്കുന്നത്. ഒരു സ്കൂൾ എടുത്തു നോക്കിയാൽ LKG പഠിക്കുന്ന കുട്ടികളും 5ാം ക്ലാസ് പഠിക്കുന്നതും 10ാം ക്ലാസ് കുട്ടികളും 12ാം ക്ലാസ് എല്ലാം വേറെ വേറെ അറിവിന്റെ ലെവൽസിലാണ്. LKG പഠിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കുട്ടി പരിഹസിക്കും. അതിനൊരു അർത്ഥമില്ലാണ്ടേ മാറും. അത് അറിവില്ല. ടീച്ചേഴ്സിന് മനസ്സിലാവും അത് ചെറിയ കുട്ടിയാണ്, അവനെ വിടും. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തല്ലുപിടിക്കും. മൂത്ത ഏട്ടനും ഏറ്റവും ഇളയ അനിയൻ ചിലപ്പോൾ 10 വയസ്സ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ രണ്ടുപേരും അടികൂടുന്നു കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. കാരണം മനസ്സിലാവുന്നില്ല, ആ കുട്ടിയുടെ ഡയമെൻഷൻ മനസ്സിലാവും. പക്ഷെ ഇത് ട്രാൻസെൻഡ് ചെയ്ത് മെച്യൂർ ആയി കഴിഞ്ഞാൽ, മെച്യൂർ ആയ വ്യക്തി കഴിഞ്ഞാൽ മനസ്സിലാവും തല്ലുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മെച്യൂരിറ്റിയിൽ നമ്മൾ എത്തുന്നുണ്ടോ? നമ്മൾ പിന്നെയും കുട്ടികളികൾ കണ്ടിന്യൂ ചെയ്തോണ്ട്, ചൈൽഡിഷ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെയും ഹിംസ കണ്ടിന്യൂ ചെയ്യാണ്. ഏതെങ്കിലും ഒരാൾ ഒരു അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിന് വിപരീതമാണെങ്കിൽ അയാളെ ഉപദ്രവിക്കുക, അയാളെ ഇല്ലായ്മ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഒരാൾ എൻ്റെ അഭിപ്രായം ഡിസഗ്രി ചെയ്യുന്നെങ്കിൽ എൻ്റെ ശത്രുവാണെന്ന് അർത്ഥം വരുന്നില്ല. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുക, അതിനും കൂടി നമ്മൾ കൂട്ടു നിൽക്കണം. കാരണം അതും ഒരു റിലേറ്റീവ് ട്രൂത്താണ്, ഇതും റിലേറ്റീവ് ട്രൂത്താണ്. അപ്പോൾ ഈ യാത്രയിൽ സത്യവും അഹിംസയും ഒന്നിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ശരിയായിട്ടുള്ള സത്യത്തിലേക്കുള്ള യാത്രയിൽ സത്യത്തെ മുറുക്കെ പിടിക്കും. അത് മഹാത്മാഗാന്ധിജി പറയും, അഹിംസയും സത്യവും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാവണം, കോമ്പറ്റീഷൻ ഉണ്ടാവണം. ഏതാണ് പ്രധാനമെന്ന് ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതാണ്. കാരണം സത്യം പരിപൂർണമായിട്ടുള്ള സ്നേഹം എറ്റേണലാണ്. അതാണ് ശരിക്കും പാത. ഛാന്തോക്യ ഉപനിഷത്തില് ആ പാതയെ സാമൻ എന്ന് വിളിക്കുന്നു.
എല്ലാത്തിനെയും എസെൻസ്, പ്രാണസ്യ പ്രാണൻ, പ്രാണാഹുതി, എല്ലാ അറിവിന്റെയും ആ എസെൻസ്, അതാണ് നമ്മളിലേക്ക് പ്രാണാഹുതിയായിട്ട് സഹജമാർഗത്തിന് മാസ്റ്റർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പോസിബിലിറ്റീസും ഉള്ള ആ കേന്ദ്രം ഹൃദയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അത് തന്നെ സെന്റേർഡ് ആയിട്ട്, എപ്പോഴും സെന്റേർഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് യുവർ ഹാർട്ട് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നതുകൊണ്ട് അവിടേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പുറമേ ക്വാളിറ്റീസ് വരും. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. തിതിക്ഷ, ഉപരതി, വൈരാഗ്യത്തിന്റെ ഹയർ സ്റ്റേജ് ഉപരതി, ടോളറൻസിന്റെ ഹയർ സ്റ്റേജ് തിതിക്ഷ. അപ്പൊ നമ്മള് വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യണ്ട, നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ വൈരാഗ്യം ഓട്ടോമാറ്റിക് ഉപരതി ആവും. അതുമാതിരി തിതിക്ഷ, ടോളറൻസ് പ്രാക്ടീസ് ചെയ്യണ്ട, നമ്മൾ ഉള്ളിലുള്ള സ്നേഹത്തിലേക്ക്, പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിലേക്ക്, ആ പാതയിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നാച്ചുറൽ ആയിരിക്കും. കാരണം എല്ലാവരെയും അംഗീകരിക്കും, നമ്മൾ മനസ്സിലാവുന്നു അതും ഒരു ബ്രാഞ്ചാണ്, ഇതും ഒരു ബ്രാഞ്ചാണ്. ഞാൻ എന്തിനാണ് തല്ലുപിടിക്കുന്നത്, നമുക്ക് ഒന്നിച്ചു പോവാം. സഹവർത്തിത്വം എന്ന് പറയും. ഓ സഹനാഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി 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 എന്ന് നമ്മൾ മന്ത്രത്തിൽ ചൊല്ലാറുണ്ട്. ഒരിക്കലും വിദ്വേഷം പാടില്ല. മാ വിദ്വേഷാവഹൈ എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ എല്ലാവരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്. പതഞ്ജലി യോഗ സൂത്രത്തിൽ അഹിംസയെ കുറിച്ച് പറയുന്നത്, അഹിംസ ഉള്ള ഒരു സ്ഥലത്ത്, അഹിംസ നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പരമശാന്തി ലഭിക്കുന്നതാണ്. അവിടെ ഒരു തരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, മിസറി ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടും പാരലായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണെന്നാണ് മഹാത്മാ ഗാന്ധിജി പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഈ ദർശനം കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ കാലത്ത് അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, നമുക്കത് കാണുന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കുള്ള വഴിയിലല്ല. അതുകൊണ്ടാണ് ഈ തരത്തിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ പുറമേ ഉണ്ടാവുന്ന അനുഭവങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം. എൻ്റെ ഉള്ളിലാണ് കറക്ഷൻ കൊണ്ടുവരേണ്ടത്, പുറമേ അല്ല കറക്ഷൻ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ ശരിക്കുള്ള പാതയിലല്ല. ശരിക്കുള്ള പാതയിലാണ് എനിക്ക് അതിന് തോന്നില്ലായിരുന്നു, അവരെ അംഗീകരിക്കുമായിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാം. അടുത്ത സെഷനിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.